ഹലോ ഗൈസ്, കാൽ തന്നെ ഷോപ്പിലൊക്കെ വന്നിട്ട് കുറെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കൊന്ന് ബേച്ചറാന്നിട്ട് ശ്രീ സായിക്ക് പോയി നല്ല ഫുഡ് അടിച്ച്. പിന്നെ അതിൽ ഷോപ്പിൽ കുറെ പണി കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് നേരെ ഫെസ്റ്റിന് എടുത്ത് പോയി ഇനി കുറച്ച് ആട വൈപ്പ് എടുക്കാം. തായ്മാരെ എതിർക്കാൻ നിന്നിട്ടുണ്ട്. ആൾക്കാർ വരാതെ ചുട്ടി മിസ്റ്റർ ഫോൺ നോക്കുന്നുണ്ട്. എരിക്കുറവാണ് ഞാൻ ചരിമല്ലോ ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അല്ലേ കഥ അറിയുന്നത്. ആടെ മൊത്തം ആള് ഇത് ഫയർ പ്ലേസ് കമ്മ്യൂണിറ്റി പരിപാടി വെക്കുന്ന സ്ഥലം നോക്കുമ്പോൾ ഒരു ലബ് ആൾ കൂടിയിട്ടാണ് ഒരു പരിപാടി വെക്കാൻ ഭയങ്കര ഉസാറ്. ഇത് ഡെഡ് ഹാങ് ചാലഞ്ച് പറഞ്ഞുള്ള ഒരു ചാലഞ്ച് 2 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് നിന്നെങ്കിൽ ആ ഒരു കിട്ടുമല്ലോ. ഇത് നമ്മളെ ജാപ്പു ഇവനാണ് ഇത് കോർഡിനേറ്റ് ആക്കുന്നത്. ഇത് വേറൊരു ചാലഞ്ച്. ഇത് ബ്രെയിൻ സൈക്കിൾ നടന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോകും. അങ്ങനത്തെ ചാലഞ്ച് ഇത് എന്നെ പത്ത് ബുദ്ധിയുള്ള ആൾക്ക് മാത്രമേ കഴിയൂ. എന്നിട്ട് കുറച്ച് ഇപ്പുറത്തുമ്പോൾ നമ്മൾ ആശിഗ്രാഫി കാലിഗ്രഫി വെക്കുന്ന കലാകാരൻ അങ്ങനെ ഓരോ കാലിഗ്രഫി കണ്ടിട്ട് താഴേക്ക് ഒരു ആശ ഓൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കാലിഗ്രഫി സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ആക്കാം. അങ്ങനെ ഓരോ പേർക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇത് തന്നെ മനസ്സിലായിട്ട് ഓൻ എന്ത് ചെയ്ത് തന്നെ ആൾക്കാർ വന്നോണ്ട് എല്ലാവരും മൂട് കൂടെ നോക്കും. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓർക്കൊന്നും അറിഞ്ഞിട്ട് ഞാൻ ഫേമസ് ആയ ബ്ലോഗർ താരി വായിക്കാൻ അറിയാതെ ചൂടുണ്ട് എന്ത് ഇപ്പൊ വായിക്കുന്നത് ഓനിൽ തിരിച്ചിട്ട് മറിച്ചിട്ട് നോക്കി നേരെ വായിക്കാൻ കഴിയുന്നില്ല. ആൾക്കാർ ബന്ധം പറയുന്നുണ്ട് നല്ല പ്രോഗ്രാം ആയതുകൊണ്ട് ആൾക്കാരുണ്ട്. ഞമ്മങ്ങനെ നല്ല റോഡ് എടുത്തിട്ട് സ്റ്റേജിന്റെ എതിർക്കുള്ള പോയിട്ട് നമ്മളെ കൗണ്ടറിലേക്ക് എത്തി. ആടത്തി നോക്കുമ്പോൾ കാവുന്നല്ല പിള്ളമാർ പോയിട്ടുണ്ട് എന്തെങ്കിലും പേടിച്ചിട്ടുണ്ടാവും. അതിന്റെ അടുത്ത് സുരേഷ് ഏട്ടൻ അതിന്റെ ഒരു പാട്ട് മിഠായി പണ്ടത്തെ മിഠായി നിങ്ങൾ കണ്ടോ മിഠായി നമ്മുടെ മിഠായി. ഞാൻ ആദ്യം മിലിറ്ററി എക്സിബിഷനിലേക്ക് പോയി. അവിടെ കുറെ പട്ടാളത്തിന്റെ സാധനം കുറെ പണ്ടത്തെ സാധനം ഉണ്ടായി. അത് നോക്കുമ്പോൾ ഒരു നൊസ്റ്റ് അടിച്ച് ഗൈസ് എതിർക്കല്ലേ എതിരിട്ട് ജയ് ജവാൻ ജയ് കിസാൻ വെടിവെക്കാൻ ഞാൻ പണ്ടേ ഉസാറായിട്ട് വെറുതെ ടോക്ക് എടുത്ത് നോക്കി നോക്കുമ്പോൾ ഉണ്ടില്ല. താജീച്ചിന് എന്തോ പബ്ജിയിൽ കളിക്കുന്നത് പുറത്ത് നോക്കുമ്പോൾ ചങ്ങായി ഐസ്ക്രീം കൊടുക്കാൻ തോപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ മേലോട്ടൊക്കെ നടക്കുമ്പോൾ 3 ക്യൂട്ട് ഗേൾസിനെ പരിചയപ്പെട്ടു. എല്ലാം നമ്മൾ അനിയത്തിമാർ മാത്രം. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പാർക്കിംഗിൽ എത്തി കാർ എടുക്കാൻ നോക്കുമ്പോൾ അപ്പുറത്ത് ഒരു കാർ ബാക്കിയിട്ടുണ്ട്. ഏതോ ബെറ്ററിന്റെ കംപ്ലൈന്റ് അങ്ങനെ സൽമാൻ കാര്യം നോക്കുന്നുണ്ട്. പക്ഷെ നോക്കിയൊന്നും ഇതുവരെ നേരായിട്ടില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാം. ബാക്കി നാളെ ബൈ.